ഇന്ന് അച്ഛനാണ് മോളെ പഠിപ്പിക്കുന്നത്. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഉച്ചക്ക് കറിയൊന്നും വെക്കാത്തത് കാരണം രാത്രി ഇതാ സുമേഷ് ചേട്ടൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടേനു. അങ്ങനെ ഞാൻ ചിക്കൻ വെക്കാൻ അറിഞ്ഞത് കാരണം ഞാൻ പറഞ്ഞു സുമേഷ് ചേട്ടൻ മോളെ പഠിപ്പിക്കണം. ഹോംവർക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹോംവർക്കല്ല, മക്കൾക്ക് വർക്ക് ചെയ്യേണ്ട, അതായത് കുറച്ച് പഠിപ്പിക്കണം, അതൊക്കെ വായിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് നോക്ക്, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഒന്നാമത് വൈകുന്നേരം ഉറങ്ങാത്തത് കാരണം അവൾക്ക് ഉറക്കും ചെറിയ മട്ടത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഇത് സെറ്റാക്കിയിട്ട് വേണം മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഓറെ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കനിലേക്ക് കഴുകി വൃത്തിയാക്കി വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ കഴുകിയത്. അത് ഞാനിപ്പോൾ അടുത്ത് എവിടെയോ കണ്ടു. വിനാഗിരി ഒഴിച്ചിട്ട് ചിക്കൻ കഴുകി കഴിഞ്ഞാൽ ചിക്കനിലുള്ള ഈ ബ്ലഡിൻ്റെ പശയൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല നീറ്റാവുന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ വിനാഗിരിയും വെള്ളമൊക്കെ കൂട്ടി ഒരു 4-5 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് അതിൽ മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയതിന് ശേഷം ഇടേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുത്തിച്ചീക്കുന്നതാണ്. പിന്നെ സവാള ഞാൻ കൈ പിടിച്ച് തന്നെ അരിയുന്നത്. അത് വലിയ സവാള ആയത് കാരണം നടുവിലൊരു കീറൊക്കെ വെച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തത്. അപ്പോൾ വലിയ സവാള ചെറിയ പീസായി കിട്ടുമല്ലോ. എന്താ പറയുക, വെച്ച് മുറിക്കാനുള്ള സാധനം എടുത്തിട്ട് അത് പിന്നെയും കഴുകി വെക്കേണ്ട മടിയെല്ലാം കൊണ്ട് ഞാനത് കൈ പിടിച്ച് തന്നെ മുറിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് എനിക്ക് പഞ്ചായത്തിൽ മീറ്റിങ്ങിന് പോയത് കാരണം ഞാൻ രാവിലെ വെച്ച ചെറുപയർ കറിയുണ്ട്. പിന്നെ ചോറും വറവും ഞാൻ ആക്കിയിട്ടുണ്ടേനും. പിന്നെ കുറച്ച് മുട്ടയും തട്ടിക്കൂട്ടി ഞാൻ വന്ന് അത് ചെയ്തിട്ട് അപ്പാട് ഫുഡ് കഴിക്കുക ചെയ്തത്. അത് രാത്രി പിന്നെ കറി വെക്കാമെന്ന് കരുതി. അപ്പം മീൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളിയെല്ലാം മുറിച്ച് അടുപ്പത്ത് വെച്ച് കുക്കറിൽ തന്നെയാണ് ഉള്ളി വാട്ടുന്നത്. ഉള്ളി വാട്ടി മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം കുക്കറിൽ തന്നെ വാട്ടിയിട്ടെടുക്കുന്നുണ്ട്. അതിന് ശേഷം തക്കാളി ചിക്കൻ ഇട്ടതിന് ശേഷം ചിക്കനും കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ തക്കാളി ചെറിയ ഇതിലാക്കിയിട്ട് മുറിച്ചിടുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വാടി വരുമല്ലോ. ആ കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷം എനിക്ക് കുറച്ച് ചമ്മന്തി കൂടി പൊടിക്കാനുണ്ടേനു. അതിനുശേഷം ഞാൻ രാവിലത്തേക്കുള്ള വെള്ളയപ്പത്തിനാണ് പൊതിർക്കുന്നത്. ഇപ്പം വെച്ച ചിക്കൻ കറി രാവിലത്തേക്ക് എടുക്കാമല്ലോ. അപ്പം വെള്ളയപ്പം ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം എന്നൊക്കെ പറയും. രാത്രി അരക്കാതെ രാത്രി പൊതിർത്ത് വെച്ച് രാവിലെ എടുത്ത് അരച്ച് അപ്പാടെ ചുടുന്നതാണ്. ഇതിൻ്റെ റെസിപ്പി ആയിരിക്കും വേണമെങ്കിൽ പറഞ്ഞോ. പിന്നെ ഞാൻ ചമ്മന്തിയും പൊടിച്ചെടുത്തിട്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതാ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് വെയിറ്റ് ചെയ്താൽ ഇനി ബ്രഷും ചെയ്ത് കിടക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.